നമസ്കാരം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൽ 27th ഡേ ആണിന്ന്. ഇനിയും അടുത്തൊരു ദിവസം കൂടെ ആകുമ്പോൾ നമ്മുടെ 28 ഡേയ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടാസ്ക് മാന്ത്രിക കണ്ണാടിയാണ്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന കവിയും കലാകാരനുമായിട്ടുള്ള ആൾ 1883 മുതൽ 1931 വരെ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കോട്സാണ്: പുറം ഭംഗിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വികാരങ്ങൾക്കനുസരിച്ചാണ്. അങ്ങനെയാണ് അവയിൽ മാന്ത്രികതയും സൗന്ദര്യവും നാം കാണുന്നത്. യഥാർത്ഥത്തിൽ മാന്ത്രികതയും സൗന്ദര്യവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുറം ഭംഗിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വികാരങ്ങൾക്കനുസരിച്ചാണ്. അപ്പം നിങ്ങളുടെ ഇനിയുള്ള ജീവിതം വേണമെങ്കിൽ പുറം ലോകത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആകൃതിയിലേക്ക് കൊണ്ടുവരാൻ ഓടി നടന്ന് തീർക്കാം. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്ന കണക്കിൽ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. സാഹചര്യങ്ങളെയും ആളുകളെയും പറ്റി പരാതിപ്പെട്ടുകൊണ്ടിരിക്കാം. നിങ്ങളുടെ ജീവിതം അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കാതെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെയും ഇരിക്കാം. എന്നാൽ കൃതജ്ഞതയുടെ മാന്ത്രികതയെ നിങ്ങൾ ഒരു ജീവിത രീതിയാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാന്ത്രികമായി മാറും. നമ്മൾ മാറുമ്പോൾ നമ്മളുടെ ലോകവും മാന്ത്രികമായി മാറുന്നു. നമ്മൾ ആകർഷിക്കുന്നത് കൂടി മാറുന്നു. ഗാന്ധിജിയുടെ പ്രചോദനാത്മകമായ വാക്കുകളിലും മൈക്കിൾ ജാക്സന്റെ മാൻ ഇൻ ദ മിറർ എന്ന ഗാനത്തിലെ വരികളിലും എക്കാലത്തെയും ശക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവ നൂറുകണക്കിന് ആളുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ്: കണ്ണാടിയിലെ ആളെ മാറ്റൂ, നിങ്ങളുടെ ലോകം മാറും. കണ്ണാടിയിലെ ആളിനെ മാറ്റിയാൽ നിങ്ങളുടെ ലോകവും മാറുമെന്ന്. ഇതുവരെ നിങ്ങൾ 26 മാന്ത്രിക പരിശീലനങ്ങളും പിന്തുടർന്നുവെങ്കിൽ നിങ്ങൾ മാറിക്കഴിഞ്ഞു. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നിങ്ങളിലെ മാറ്റം കാണുക അത്ര എളുപ്പമല്ല. നമ്മുടെ സന്തോഷത്തിൽ നമ്മൾക്ക് മാറ്റം അനുഭവപ്പെടുന്നുണ്ടാവാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായുള്ള മാറ്റം നമ്മൾക്ക് കാണാനാകും. നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്ത് മാന്ത്രികമായ മാറ്റങ്ങൾ ഉണ്ടാകാം. നമ്മളുടെ കുടുംബത്തിനും സുഹൃത്തുക്കളും നമ്മളുടെ ജോലിയിലും നമ്മളുടെ പണത്തിലും ആരോഗ്യത്തിലും നമ്മളുടെ സ്വപ്നങ്ങളിലും നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ആളുകളിലും നമ്മൾ കൃതജ്ഞതയുടെ മാന്ത്രികശക്തി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കൃതജ്ഞത ഏറ്റവും അധികം അർഹിക്കുന്ന വ്യക്തി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. കണ്ണാടിയിൽ കാണുന്ന വ്യക്തിയോട് നിങ്ങൾ കൃതജ്ഞതാഭരിതനായിരിക്കുമ്പോൾ അതൃപ്തി, അസന്തോഷം, നിരാശ, ഞാൻ അത്ര പോരാ എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ അപ്രത്യക്ഷമാകുന്നു. അതോടൊപ്പം എല്ലാ അതൃപ്തികരവും നിരാശാജനകവുമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്നു. നിങ്ങളെക്കുറിച്ചുള്ള നിഷേധാത്മക വികാരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമാവുന്നത്. എന്തെന്നാൽ നിങ്ങൾക്ക് ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയുമുള്ള എന്ത് തരം വികാരങ്ങളെക്കാളും വളരെയേറെ ശക്തമാണിവ. നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഓരോ നിമിഷവും ഈ നിഷേധാത്മക വിചാരങ്ങളെ നിങ്ങൾ ഒപ്പം കൂട്ടുന്നു. ഈ വികാരങ്ങൾ നിങ്ങൾ തൊടുന്ന എല്ലാത്തിനെയും കലുഷിതമാക്കുന്നു. ഒരു കാന്തം പോലെ പ്രവർത്തിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലേക്കും കൂടുതൽ അതൃപ്തിയും അസന്തുഷ്ടിയും നിരാശയും ആകർഷിക്കുന്നു. നിങ്ങളായിരിക്കുന്നതിൽ നിങ്ങൾ കൃതജ്ഞതയോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ മികച്ചതാക്കുന്ന സാഹചര്യങ്ങൾ മാത്രമാവും നിങ്ങൾ ആകർഷിക്കുക. ജീവിതത്തിൽ സമൃദ്ധി നിങ്ങളിലേക്ക് എത്തുന്നതിന് സത്ചിന്തകളാലും വികാരങ്ങളാലും നിങ്ങൾ സമ്പന്നമായിരിക്കേണ്ടതുണ്ട്. നിങ്ങളോട് തന്നെയുള്ള കൃതജ്ഞത നിങ്ങളെ സമ്പന്നമാക്കും. ആർക്കെല്ലാം കൃതജ്ഞതയുണ്ടോ അവരവരോട് അവർക്ക് കൂടുതലായി നൽകപ്പെടും. അവനും അവൾക്കും അത് സമൃദ്ധമായി നൽകപ്പെടും. ആർക്കാണോ കൃതജ്ഞത ഇല്ലാത്തത് അവരവരോട് അവനിൽ നിന്ന് അവളിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. മാന്ത്രിക കണ്ണാടി പരിശീലനത്തായി ഇപ്പോൾ തന്നെ കണ്ണാടിയുടെ മുന്നിലേക്ക് പോവുക. കണ്ണാടിയിലെ വ്യക്തിയുടെ നേരെ നോക്കുക. എന്നിട്ട് മുഴുവൻ ഹൃദയത്തോടെയും മാന്ത്രിക വാക്കായി നന്ദി ഉറക്കെ പറയുക. മുൻപൊരിക്കലും ചെയ്യാത്ത വിധം ഉൾക്കൊണ്ട് പറയുക. നിങ്ങളായിരിക്കുന്നതിന് നന്ദി പറയുക. നിങ്ങളായിരിക്കുന്ന എല്ലാത്തിനും നന്ദി പറയുക. കുറഞ്ഞപക്ഷം എല്ലാറ്റിനും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഉൾക്കൊണ്ട അതേ അളവിലെങ്കിലും നന്ദി പറയുക. നിങ്ങളായിരിക്കുന്നതിന് കൃതജ്ഞതയോടെ ഇരിക്കുക. ഇന്ന് ബാക്കിയുള്ള സമയം കണ്ണാടിയിൽ കാണുന്ന ആ സുന്ദര വ്യക്തിയോട് കൃതജ്ഞാഭരിതമായി ഇരുന്ന് മാന്ത്രിക കണ്ണാടി പരിശീലനം തുടരുക. കണ്ണാടിയിൽ നോക്കുന്ന നമ്മളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൃതജ്ഞത പറയണം. നമ്മളായിരിക്കുന്നത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ ഓരോ സമയവും കടന്ന് ഇതുവരെ എത്തിയത്. ഈ നോക്കുന്ന ഓരോ സമയവും മാന്ത്രിക വാക്കായി നന്ദി പറയുക. സാധാരണഗതി നമ്മൾ നോക്കുന്നത് എത്രത്തോളം നമ്മൾ നമ്മുടെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ നോക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ നന്ദിപൂർവ്വം നോക്കിയിട്ടുണ്ടാവില്ലല്ലോ. ഉറക്കെ പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് നന്ദി മനസ്സിൽ പറയാം. നിങ്ങൾ ശരിക്കും ധൈര്യമുള്ള ആളാണെങ്കിൽ മാന്ത്രിക കണ്ണാടിയിൽ നോക്കി നിങ്ങളിൽ കൃതജ്ഞതാഭരിതമായിരിക്കുന്ന 3 കാര്യങ്ങൾ പറയാം. എന്തെങ്കിലും കാരണവശാൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കരുണയില്ലാതിരുന്നാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറ്റാരേക്കാളും നിങ്ങളുടെ കൃതജ്ഞത അർഹിക്കുന്ന കണ്ണാടിയിൽ കണ്ട ആളാണെന്ന്. നിങ്ങൾ കൃതജ്ഞാലുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ സ്വയം പഠിക്കില്ല. നിങ്ങൾ കൃതജ്ഞാലുവെങ്കിൽ നിങ്ങൾ പരിപൂർണനല്ലായിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം വിമർശിക്കില്ല. നിങ്ങൾ കൃതജ്ഞാലുവെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കും. സന്തുഷ്ടരായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളൊരു കാന്തം എന്ന പോലെ ആകർഷിക്കും.
നിങ്ങൾ പോകുന്നിടത്തും ചെയ്യുന്ന കാര്യങ്ങളിലും മാന്ത്രിക സാഹചര്യങ്ങൾ നിങ്ങളെ പൊതിയും. കണ്ണാടിയിലെ വ്യക്തിയിൽ മാന്ത്രികത കാണാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ലോകം മുഴുവനായിട്ടും മാറും. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുവരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി, നമ്മളുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ലാസ്റ്റിൽ ഇപ്പം നമ്മൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്? നമ്മൾക്ക് തന്നെ. അപ്പോൾ ഇന്നത്തെ പരിശീലനം നോക്കാം. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ കൃതജ്ഞത പ്രകാശിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക. ഈ അനുഗ്രഹത്തിന് നിങ്ങൾ കഴിയാവുന്നത്ര ഉൾക്കൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുക. ഇന്ന് നിങ്ങൾ ഓരോ തവണ കണ്ണാടിയിൽ നിങ്ങളെ നോക്കുമ്പോഴും നന്ദി പറയുക. മുൻപൊരിക്കലും ഇല്ലാത്തത് ഉൾക്കൊണ്ട് പറയുക. നിങ്ങൾ ശരിക്കും ധൈര്യശാലിയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളിൽ നിങ്ങൾ കൃതജ്ഞതയോടെ കാണുന്ന 3 കാര്യങ്ങൾ പറയാം. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായി നന്ദി പറയുക. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃതജ്ഞതയായിട്ടിരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മൾ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുന്നു, എന്തെല്ലാം നമ്മളുടെ ശരീരം നോക്കാതെ, നമ്മളുടെ മനസ്സിലെ വിഷമങ്ങൾ നോക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ ത്യാഗത്തിനും നമ്മൾ ആരോടാണ് നന്ദി പറയുന്നത്? നമ്മളോട് തന്നെയാണ്. ഒരുപക്ഷെ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇന്നതൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സാഹചര്യത്തിൽ ഇരിക്കാനും ഇന്നുള്ള ആൾക്കാരുടെ ആ ഒരു കണക്ഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ എല്ലാം തകർന്നു പോയിരുന്നിരിക്കാം. നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നോക്കാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയുമൊക്കെ ആയിരിക്കാം ഈ ഒരു അവസ്ഥയിലെത്തിയേക്കുന്നത്. അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കി ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആരോടാണ്? നമ്മളോടാണ്. എങ്ങനെ പറയാം? നിൻ്റെ ക്ഷമയ്ക്ക് നന്ദി, അല്ലെങ്കിൽ നീ കാണിക്കുന്ന ത്യാഗത്തിന് നന്ദി, മറ്റുള്ളവരോട് നീ ക്ഷമിക്കുന്നതിന് നന്ദി. കൂടാതെ നമുക്ക് ശരിക്കും നമ്മളെ ഒന്ന് തോളിൽ തട്ടി അഭിനന്ദിക്കാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ നീ എത്ര സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ എത്ര സ്മാർട്ടാണ്, ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും കൃതജ്ഞത പറയാൻ കഴിയും. അങ്ങനെ 27th ഡേ ഇന്ന് കഴിയും. അപ്പോൾ നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻസിൽ, അതല്ലെങ്കിൽ മറ്റു വീഡിയോയുടെ കമൻസിലൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും, ഇടയ്ക്ക് പെയ്ഡ് ക്ലാസ്സസും ഉണ്ടാവും. എന്തായാലും ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ ഡേ 28 ആണ്. അത് കഴിഞ്ഞ് ഡെയിലി വീഡിയോസ് ഉണ്ടാവും. പക്ഷേ ഈ പ്രാക്ടീസ് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3 ദിവസം പുറകോട്ട് പോയിട്ട്, എന്ന് വെച്ചാൽ എന്ന് തൊട്ടാണ് മുടങ്ങിയത് അതിന് 3 ദിവസം മുൻപ് തൊട്ട് വീണ്ടും തുടങ്ങണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.